ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. എടി മോളെ, നിനക്ക് തീരെ അനുസരണ ഇല്ലല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ട് എത്ര സമയമായി? ഇതെന്താ സ്വപ്നം കണ്ടിരിക്കുക? എനിക്ക് വേണ്ട ആന്റി, വിശപ്പില്ല. അയ്യടാ, അത് പറഞ്ഞാ പറ്റില്ലല്ലോ. ഇഷ്ടത്തോടെ പറയുമ്പോ നല്ല കുട്ടിയായിട്ട് അനുസരിക്കണം. അനുസരണക്കേട് കാണിച്ച കലാപതി പ്രശ്നമാണ്. മീര, എന്നാലും ഈ പെണ്ണിന് എന്താ കുഴപ്പം? കണ്ടിടത്തോളം അവിടെ ഹാപ്പി ആയിട്ടിരിക്കേണ്ടതാണല്ലോ. ബലരാമൻ സാറുമായിട്ട് കാര്യങ്ങളൊന്ന് സംസാരിക്കാം. എന്തെങ്കിലും സൂചനകൾ കിട്ടാതിരിക്കില്ല. എന്തായാലും പ്രഭാവതി ചേച്ചിയെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ. അടുത്ത മാസം ഇവിടേക്ക് താമസം മാറ്റണമെന്നാ ചന്ദ്രമതി പറയുന്നേ. നോക്കാം. കലാവതിയാണല്ലോ പ്രഭേ. അത്യാവശ്യമുള്ളതല്ലെങ്കിൽ പിന്നീട് സംസാരിക്കാം. അല്ല, ഇപ്പൊ തന്നെ സംസാരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും. മീറ്റിംഗിനിടയിൽ ഡിസ്റ്റർബ് ആവും. ഹലോ. ആ, ബലരാമൻ സാർ എവിടെയാ? ഡൽഹിയിലാണോ? അല്ല, ഞാൻ നാട്ടിലുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ. ആഹാ, ഇവിടെ എത്തിയിട്ടുണ്ടോ? ഞാൻ ചന്ദ്രോത്തുണ്ട്, സിദ്ധുവിന്റെ വീട്ടില്. ഓ, ചന്ദ്രോത്തുണ്ടല്ലേ? ഞങ്ങള് തമ്മിലിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. കല്യാണത്തിന്റെ ആലോചനയായിരിക്കും അല്ലേ? നന്ദന്റെയും മീരയുടെയും. അതെ 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 അതെ, അവരുടെ കാര്യമൊക്കെ സംസാരിക്കാനുണ്ട്. മീരമോളുണ്ടോ അവിടെ? ഒന്ന് കൊടുക്കുവോ? ഇല്ല, മീര എത്തിയിട്ടില്ല. ഞാൻ മീരയെ കാത്തിരിക്കുക. ആണോ? മീര എവിടെ പോയേക്കാ സർ? ഹെൽത്ത് ക്ലബിൽ പോയിരിക്കാന്നാ പറഞ്ഞേ. ഓ, ഹെൽത്ത് ക്ലബിൽ പോയിരിക്കുക അല്ലേ? നന്ദനിപ്പോ മീരയെ കൂട്ടാൻ പോയിരിക്കുക. വരുമ്പോ ഞാൻ വിളിക്കാം. ആ ശരി സർ. അവിടെ കാര്യങ്ങളൊക്കെ സംസാരിക്കല്ലേ? പ്രഭേച്ചിയോടും എല്ലാവരോടും എന്റെ അന്വേഷണം അറിയിച്ചേക്കണേ. ഓഹോ, പറയാം 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 പറയാം. എന്നാ ഞാൻ സൗകര്യം പോലെ വിളിച്ചോളാം. ശരി സർ. അപ്പോ തീർച്ചയായിട്ടും പറയാം. ഓ, മീര ഹെൽത്ത് ക്ലബിലാണല്ലേ? വരട്ടെ. കലാവതി എന്നെ അങ്ങനെ വിളിക്കാറില്ല. ചന്ദ്രമതിയായിട്ടാ കമ്പനി. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം എന്നോട് പറയാനുണ്ടായിരിക്കും. പിന്നെ ഇവിടെ എല്ലാവരെയും അന്വേഷണം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രഭേ. ഒരു പ്രത്യേക ടൈപ്പാ. അതെന്നേക്കാൾ കൂടുതൽ പ്രഭക്കറിയാലോ, അനിയത്തിയല്ലേ? സിദ്ധു, ഇനി ഞാനിരുന്ന മീറ്റിംഗ് വൈകുമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ ഹെൽത്ത് ക്ലബ് എവിടെയാ അറിയോ? ഞാൻ അവിടെ ചെന്ന് മീരെ കണ്ടോളാം. ഹെൽത്ത് ക്ലബ്ബ് ഏതാണെന്ന് എനിക്കറിയില്ല, നന്ദനെ അതറിയും. അപ്പോ മോളെ, അങ്കിളിനൊരു കോഫി എടുക്ക്. എന്നാ പിന്നെ ഒരു കോഫി കുടിച്ചേക്കാം.
അതിനിടയിൽ മീര വരുമെന്ന് നോക്കാം. കോഫി അല്ലേ ഇപ്പൊ എടുക്കാം അങ്കിൾ. ആ പിന്നെ തന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയുണ്ടോ? ആ കുഴപ്പമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന പറയുന്നത്? അച്ഛനും അമ്മയൊക്കെ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുക. ബലരാമനങ്ങള് മീരെ കാണാൻ കൂടി വന്നിരിക്കുന്നേ. മീരയും കൊണ്ടു ചെല്ലുന്നതും കാത്തിരിക്കേ പുള്ളി. കാര്യങ്ങളൊക്കെ ചക്ക കുഴയുന്ന പോലെ കുഴയാൻ പോവാ. മീര വീട് വിട്ടു പോയതാണെന്ന് എന്തെങ്കിലും ഒരു സൂചന അങ്കിളിന് കിട്ടിയാ തീർന്നു. ദേഷ്യം വന്ന ബലരാമ സാർ എന്തും ചെയ്യുമെന്ന് പ്രഭകുഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ ഏതോ മന്ത്രിയെ ഫോണിൽ കൂടെ വഴക്ക് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ അങ്ങ് പേടിച്ചുപോയി. മീരെ ഞാനും കല്യാണം കഴിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും പുള്ളിയാ. അതുകൊണ്ട് തന്നെ അച്ഛനെ ഒരു മന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ അങ്കിൾ നടത്തിക്കൊണ്ടിരിക്കുക. മകളുടെ ഫാദറിനിലോ മിനിമം ഒരു മന്ത്രിയെങ്കിലും ആവണമെന്ന് പുള്ളിക്ക് നിർബന്ധമുണ്ട്. സിദ്ധു അങ്ങളുടെ മന്ത്രിയാക്കുന്നതിന് മുമ്പ് മോളെ ഒന്ന് നേരാക്കാൻ പറ. ഞാനിപ്പോ എന്ത് ചെയ്യാന്ന് ആലോചിക്കുന്നേ. ദേവികയുടെ അച്ഛൻ പറഞ്ഞ പോലെ ബലരാമൻ സാർ പോകുന്നത് വരെ നന്ദൻ ഇവിടെ ഇരിക്കെ. പുള്ളിക്കെന്തോ അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. കുറെ കഴിയുമ്പോ അദ്ദേഹം മീറ്റിംഗിന് പോവുമല്ലോ. എന്നാലും മീര എവിടെ നിന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കണ്ടേ? നമുക്കും അറിയണ്ടേ അവൾ എവിടെയാണെന്ന്. ഹെൽത്ത് ക്ലബിൽ പോയിന്ന് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടു. അവിടുന്ന് തിരിച്ചല്ലാണ്ടേ? അവള് വീട്ടിൽ നിന്ന് പോയിട്ട് ഒരു ദിവസം ആകാൻ പോകുന്നു. ഇനിയും ഒരു വിവരമില്ലെന്ന് വെച്ചാ എനിക്കെന്തോ ഒരു അപായ സൂചന കെട്ടിത്തുടങ്ങിയ പോലെ തോന്നുക. കല്യാണം ഇവിടെ വെച്ച് നടത്തിയാലും ഡൽഹിയിൽ വലിയൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം. അങ്കിൾ മോള് എന്റെ രീതികളൊക്കെ അങ്ങ് മറന്നോ? മധുരം ഇട്ടു അല്ലേ? അയ്യോ സോറി അങ്കിൾ. അങ്കിൾ അതങ്ങ് തന്നേക്ക്, ഞാൻ വേറെ ഇടാം. വേണ്ട വേണ്ട വേണ്ട. ഷുഗറുകാർ ഇതുപോലൊക്കെ കുടിക്കാൻ വിധിക്കപ്പെട്ടവരാ. എന്നാലും മോള് കോഫി ഇടുന്നതിന് ടേസ്റ്റ് അല്ല ഇതിന്. മധുരമുണ്ടെങ്കിലും കൊള്ളാം. അങ്കിളെ, ഈ കോഫി ഞാനല്ല ദേവിക ഇട്ടത്. ദേവിക നമ്മുടെ മുരളിയുടെ പഴയ പെണ്ണല്ലേ? അവൾ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അവൾ ഇവിടുത്തെ ആളല്ലേ, അവളെ എങ്ങോട്ടും വിടില്ല. അവൾ ഇവിടുത്തെ ജോലിക്കാരിയാ ഇപ്പോ. അവളൊരു മിടുക്കി കുട്ടിയാണല്ലോ. ആ സിദ്ധുവിന്റെ അസുഖ സമയത്ത് ഞാൻ അവളെ ശ്രദ്ധിച്ചിരുന്നു. എത്ര ആത്മാർത്ഥമായിട്ട് അവള് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നേ. ഇങ്ങനെയുള്ളവരെ കിട്ടാൻ പ്രയാസ. സിദ്ധു പറഞ്ഞത് നേരാ. നമ്മുടെ മനസ്സിനിണങ്ങിയവരെ കിട്ടിയാലേ പിന്നെ അത് വിട്ടുകളയാൻ പ്രയാസ. മോളെ, നീ അവളെയും കൊണ്ട് വിളിക്ക. ഞാൻ വിളിക്കാം. മോളെ, നീ എവിടെ ഇരിക്കേ? സിദ്ധു,
രജനിയുടെ കല്യാണക്കാരി എന്ന് പറഞ്ഞില്ലേ, എന്തായി? അത് മോൾക്ക് ഇഷ്ടമായി. ഒന്നുകൂടെ കൺഫേം ചെയ്യണം. ഞാൻ പറയാം. ദേവിക, എന്താ ആന്റി? ബലരാമൻ നിന്നെ കാണണമെന്ന് പറയുന്നു. നീ ഇവിടുത്തെ സെർവന്റ് ആണെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ നിലയ്ക്ക് വേണം നീ പെരുമാറാൻ. അല്ലെങ്കിലും ഞാൻ ആ നിലയ്ക്ക് തന്നെയാണല്ലോ ആന്റി ഇപ്പൊ ഇവിടെ നിൽക്കുന്നേ. തർക്കുത്തരം പറയാനുള്ള സമയമല്ലിത്. നന്ദൻ വിവാഹം കഴിക്കാൻ പോകുന്ന മീരയുടെ അച്ഛന ബലരാമൻ, അറിയാലോ. സംശയമുണ്ടാക്കുന്ന തരത്തിൽ ഒരു വാക്ക് പോലും വീണു പോരുത്. നന്ദന്റെ ഭാര്യയോടാ ഇത് പറയുന്നത്. വല്ലാത്ത ക്രൂരതയില്ലേ ആന്റി ഇത്? ദേവികെ, ഈ സമയത്ത് നീ അനാവശ്യ സംസാരം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഞാൻ പോയി ബലരാമൻ അങ്കിളിനോട് എന്റെ ഭർത്താവാണ് നന്ദൻ എന്ന് പറഞ്ഞ എന്ത് സംഭവിക്കും? ദേവിക, പോയി പറയട്ടെ. എന്റെ കഴുത്തിലെ താലി കെട്ടിയത് മീരെ കെട്ടാൻ പോകുന്നു പറയുന്ന നന്ദനാണെന്ന്. നീ അങ്ങനെ പറയൂ? പറഞ്ഞ മരണഭയമില്ലെങ്കിൽ നീ പറയൂ, കാണട്ടെ. എനിക്ക് മരണത്തെക്കാൾ ഭയം ജീവനുള്ള ചില മനുഷ്യരെയാ. മതിയടി. നിനക്ക് നന്ദനെയും സിദ്ധുവിനെയും കൊലയ്ക്ക് കൊടുക്കാനാണ് ആഗ്രഹമെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ ചെയ്യ്. അപ്പൊ സത്യം പറയണമെന്നില്ല. ഒരു പെണ്ണിനോടും ഇത്രയും ക്രൂരത കാണിക്കാൻ പാടില്ല. ആന്റി പേടിക്കണ്ട, എന്റെ വായിന്ന് മറ്റൊന്നും വീണ് പോവില്ല. ജോലിക്കാരിയായി അഭിനയിച്ച് ഇപ്പോ എനിക്ക് ഭാര്യയാവാനാ പ്രയാസം. മോൾക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ നമുക്കത് നടത്തണം. മനപ്പുറത്തോണല്ലോ എല്ലാത്തിലും വലുത്. ദേവികെ, ബലരാമന് ഷുഗർ പാടില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടായിരുന്നോ? കോഫിയും ചായയൊക്കെ ഇടുമ്പോ ആദ്യം ചോദിക്കണ്ടേ ഷുഗർ വേണോന്ന്? പോട്ടെ പ്രഭ. ഹലോ ദേവിക, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സുഖമാണോ നിനക്ക്? എന്നെ ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? പിന്നെ അതെന്ത് ചോദ്യം? സിദ്ധു പറയായിരുന്നു ദേവിക ഇവിടത്തെ ആളാ, ഇനി ഇവിടെ നിന്ന് വിടില്ലാന്ന്. അതൊക്കെ സിദ്ധു ഒരു ഔദാര്യം പോലെ പറയുന്നതാ. വീട്ടിൽ വന്ന ഒരു VIP-ക്ക് കോഫി ഇടുന്നതിന്റെ ഒരു ചേല് കണ്ടില്ലേ? ദേവിക വിഷമിക്കണ്ട, പ്രഭ ഒരു അധ്യാപികയല്ലേ. അപ്പോ കുട്ടികൾ കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഗുരുനാഥന്മാരെപ്പോഴും കുട്ടികളുടെ ന്യൂനതകളാ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയാ. സിദ്ധു, ഞാനൊരു നിർദ്ദേശം വെക്കട്ടെ. എന്താണ്? 5-6 മാസത്തിനുള്ളിൽ താൻ മന്ത്രിയാവും. പേഴ്സണൽ സ്റ്റാഫില് ഈ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു പോസ്റ്റ് കൊടുത്താലോ? ബലരാമൻ എന്ത് വിഡിതമാണ് ഈ പറയുന്നത്? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. ബലരാമൻ പറഞ്ഞത് പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിനേക്കാൾ വലിയ സ്ഥാനമാണ് മോൾക്ക് കിട്ടേണ്ടത്. ഈ കുട്ടികൾ വരുന്നില്ലല്ലോ. ഏതായാലും നന്ദനെ ഒന്ന് വിളിച്ചു നോക്കാം. മുരളി, ബലരാമൻ അങ്കിള് പോയി കാണൂടാ. അങ്കിള് പോയി കഴിഞ്ഞ ഉടനെ ദേവി വിളിക്കാന്ന് പറഞ്ഞതാ. നീ ഒരു കാര്യം ചെയ്യ, ദേവിക ഒന്ന് വിളിച്ചു നോക്കാം. അങ്കിളെ വിളിക്കുന്നേ, എന്താ
പറയും. നീ ഒരു കാര്യം ചെയ്യും, ഫോൺ എടുത്തിട്ട് ഹലോ കേൾക്കാൻ വയ്യ, റേഞ്ച് ഇല്ലാന്ന് പറഞ്ഞാൽ മതി. പോടാ അവിടുന്ന്. ബെല്ലുണ്ട്, എടുക്കുന്നില്ലല്ലോ. ഇല്ല, ഞാൻ എടുക്കുന്നില്ല. ആ, അതാ നല്ലത്. കട്ടായി. ഇനി വിളിക്കാതിരുന്നാ മതിയായിരുന്നു. എടുത്തില്ല. നന്ദൻ ഡ്രൈവ് ചെയ്യായിരിക്കും അല്ലേ? സിധു, ഇനിയിപ്പോ എന്തായാലും അവിടെ എത്തുന്നതിന് മുമ്പ് ഞാനൊന്ന് ഫ്രഷ് ആവാം. അപ്പൊ പിന്നെ മീരയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് അങ്ങ് പോവാലോ. ആ, ഞാൻ കാരണം നിന്റെ ഓട്ടം മുടങ്ങിയല്ലേ? ആ, അത് നേരെ. നീ ഒരു 10,000 രൂപ കോമ്പൻസേഷൻ തന്നേക്ക്. നന്ദ, ഒരു കോഫി കൂടി ആയാലോ? അയ്യോ വേണ്ട, ഇങ്ങനെയാണെങ്കിൽ ഉച്ചയൂണും കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. ഈശ്വര, ബലരാമനങ്ങൾ വീണ്ടും വിളിക്കാന്ന് തോന്നുന്നേ. അപ്പൊ അതുപോലെ നീ എടുക്കണ്ട. എടാ മീര, എടാ എടുക്കടാ. ഹലോ മീര. ഹലോ. നീ ഇതെവിടെയാ? നിന്നെ കാണാതെ ഇവിടെ എല്ലാരും പേടിച്ചിരിക്കുക. നീ ഇതെവിടെ വിളിക്കുന്നേ? നന്ദനിപ്പോ എവിടെയാ? മുരളിയുടെ വീട്ടിലല്ലേ? അതെ മീര, നീ ഇതെവിടെയാ? ഞാൻ നന്ദന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ, എന്ന് വെച്ചാ മുരളിയുടെ വീടിന്റെ അടുത്തുണ്ടെന്നാണോ? അതെ, ഈശ്വരവിലാസം റോഡില്. നന്ദൻ വാ, ഞാൻ നന്ദനെ കാത്തിരിക്കുക. ഞാൻ ദാ വരുന്നു. ഒറ്റയ്ക്ക് വന്നാ മതി, നിന്റെ കാറൊന്നും എടുക്കണ്ട. ആ ശരി, ഞാൻ ദാ ഇറങ്ങി. എടാ അവളിതാ താഴെ നിൽക്കുന്നു. ആഹാ, എന്നാ പിന്നെ വാ, നമുക്ക് നോക്കാം. വേണ്ട, എന്നോട് തനിച്ചല്ല പറഞ്ഞേ. നന്ദ, എന്നാ വേഗം ഇങ്ങോട്ട് ചെല്ല്. എടാ, നീ ഉടനെ വിളിച്ച് ബലരാമൻ സാറിനെ കൊണ്ട് കാണിക്ക്. ശരിടാ, എന്നാ ഇറങ്ങാ, ചെന്നിട്ട് വിളിക്കാം. അതെന്താ അവനെ ഒറ്റയ്ക്ക് ചെല്ലാൻ പറഞ്ഞത്? അടുത്തെന്തെങ്കിലും പണിയാണോ? എന്തു പണി? ആളീ ഭൂമി മലയാളത്തിൽ ഉണ്ടെന്നറിഞ്ഞല്ലോ, അത് തന്നെ ആശ്വാസം. പാവം നന്ദൻ, ഓരോരോ വയ്യാവേലി വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ജന്മദിനം നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഓർക്കുമ്പോഴാ അതിനൊരർത്ഥം വരുന്നേ. എന്നാ ഒരു സത്യം പറയട്ടെ മീര, ഈ ഗിഫ്റ്റ് വാങ്ങിയത് ഞാനല്ല, ദേവിയാ. മീര, നീ ഇതെവിടായിരുന്നു? നീ എല്ലാരും പേടിപ്പിച്ചളഞ്ഞല്ലോ. ചിലരെന്നെ പേടിപ്പിക്കുന്നു, തിരിച്ച് ഞാനും പേടിപ്പിക്കുന്നു. 2 ദിവസം നീ ഇതെവിടായിരുന്നു?
ആകാശത്തിനും ഭൂമിക്കും ഇടയിലായിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു അല്ലേ? എന്നാ ഒന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്നോ? എന്തിന്? എന്തിനെന്നോ? ഞങ്ങളുടെ സമാധാനത്തിന്. അവിടുത്തെ സമാധാനത്തിന് വേണ്ടിയല്ലേ ഞാൻ ഇറങ്ങിപ്പോയത്. കുറച്ചു നേരത്തെ ബലരാമനങ്ങൾ വന്നു, വീട്ടിലുണ്ട്. മക്കളെ കാണാൻ അച്ഛനും അമ്മയൊക്കെ വരും. അതിൽ വലിയ പുതുമയൊന്നുമില്ല. മീര, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ബലരാമനങ്ങൾ നിന്നെയും കാത്തിരിക്കുക. എന്ത് സമാധാനം പറയാന്നറിയാതെ പേടിച്ച് നിൽക്കായിരുന്നു ഞങ്ങള്. മഹാ അത്ഭുതം പോലെ ദാ ഇപ്പൊ നിന്നെ കിട്ടിയത്. വാ, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോ. എവിടെ പോവാൻ? വീട്ടില്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.